വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നൻസി ആകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേരായിട്ട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു വേദന ഉണ്ടായിട്ടുണ്ട് ചേച്ചി, ഇത് പ്രഗ്നൻസിയുടേതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഒരുപാട് പേർക്ക് ഈ ഒരു ലക്ഷണം ഫീൽ ചെയ്യുന്നുണ്ടാകുന്ന, പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഒരു പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ലക്ഷണങ്ങളൊക്കെ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പീരിയഡ്സ് ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ മാസത്തെ ശ്രമവും കൂടി വേസ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ ഒന്നും റിസൾട്ട് കിട്ടിയില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത് കേട്ടോ. ഒരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ആയിട്ടില്ല, നിങ്ങൾക്ക് ഈ മാസത്തെ ആ ഒരു ശ്രമവും കൂടി വേസ്റ്റ് ആയി പോയി എന്ന് ആലോചിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പീരിയഡ്സ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള വീഡിയോസ് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ടെൻഷൻ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫ്രീ ആയിട്ട് വെക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താ സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ക്ലിറ്റോറസ് പെയിനിനെ പറ്റിയിട്ടാണ്. ക്ലിറ്റോറസ് എന്ന് പറയുന്ന ശരീരഭാഗം നമ്മുടെ വജൈനയുടെ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിനേക്കാളും നേർ മുകളിലായിട്ടാണ് ഈ ഒരു ഭാഗം കാണുന്നത്. സ്ത്രീകൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിറ്റോറസ് ഭാഗത്ത് ഒന്നൊരു പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ക്ലിറ്റോറസ് ഭാഗം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പല സ്ത്രീകൾക്കും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ട്. പ്രഗ്നൻസി ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ക്ലിറ്റോറിസ് പെയിൻ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പെയിൻ അനുഭവപ്പെടാനായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന കൂടി വരുന്ന ബ്ലഡ് സർക്കുലേഷൻ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ എല്ലാ ശരീരഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് വെക്കുന്നതിനും, അതുപോലെ തന്നെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള മറ്റുള്ള അവയവങ്ങളെയുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. കൂടുതൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷനെ അപേക്ഷിച്ച് കുറേയും കൂടി വേഗത്തിൽ നമ്മളുടെ ഹൃദയം ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും ബ്ലഡ് പമ്പ് ചെയ്യുന്നു. നേരത്തെ എല്ലാം ഒരു പ്രത്യേക രീതിക്ക്, അതായത് ഒരു പ്രത്യേക സൈസിൽ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ വെയിൻസും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങുന്നു. കാരണം ആ ഒരു കൂടി വരുന്ന ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെയിൻസ് ഒക്കെ ഒന്ന് എൻലാർജ് ആവേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ ഒരു എൻലാർജ്മെന്റ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് പല ശരീര അവയവങ്ങളിലും വേദന അനുഭവപ്പെടാറുണ്ട്. സെയിം ഇതേ ആ ഒരു മെക്കാനിസം തന്നെ ക്ലിറ്റോറിസ് ഏരിയയിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പ്രഷർ പോകുന്നത് പോലെയുള്ള ഒരു വേദന നമുക്ക് ക്ലിറ്റോറിസ് ഭാഗത്തും പലപ്പോഴും പ്രഗ്നൻസി ആകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഹോർമോൺ വ്യതിയാനം. പ്രഗ്നന്റ് ആകുന്നതിന് മുൻപായിട്ട് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഭാഗങ്ങളിൽ നമുക്ക് വേണ്ടത്, മെൻസ്ട്രൽ സൈക്കിളിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫോളിക്കുലർ ഫേസിൽ നമുക്ക് വേണ്ടത് ഈസ്ട്രജൻ ഹോർമോണും അതിനുശേഷമുള്ള ലൂട്ടിയൽ ഫേസിൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണുമാണ്. എന്നാൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ മറ്റു പല ഹോർമോൺസും അവിടെ ഉയരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും അളവ് ഒരേപോലെ തന്നെ ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങും. ഇത്തരത്തിലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള നമുക്ക് കോമൺ അല്ലാത്ത ഒരു മാറ്റമാണ്. ഇത്തരം മാറ്റമായിട്ട് നമ്മളുടെ ശരീരം പൊരുത്തപ്പെട്ടു വരുന്നതിന്റെ ഭാഗമായിട്ട് പല ശരീര അവയവങ്ങളിലും നമുക്ക് വേദനയും പ്രഷറും ഒക്കെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ രണ്ടാമതായിട്ട് ക്ലിറ്റോറിസ് പെയിൻ ഉണ്ടാകാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ എൻഡിലും കുഞ്ഞ് വളരാനായിട്ട് തുടങ്ങും. ആദ്യത്തെ ഒരു പ്രഗ്നൻസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൂട്രസ് ഒന്ന് നമ്മുടെ നേരത്തെ എത്രയാണ് സൈസ് ഉണ്ടായിരുന്നത് ആ ഒരു രീതിക്കായിരിക്കും ഉണ്ടാവുന്നത്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ നമ്മുടെ ഒരു കുഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വളർന്നു തുടങ്ങുമ്പോഴേക്കും ആ ഒരു ഫീച്ചേഴ്സ് വളരുന്നതനുസരിച്ച് നമ്മുടെ താഴേക്ക് പ്രഷർ വരാനായിട്ട് തുടങ്ങും, ഡൗൺവേർഡ് ആയിട്ട് പ്രഷർ വരാനായിട്ട് തുടങ്ങും. ഇങ്ങനെ പ്രഷർ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞ് കൊടുക്കുന്ന ഒരു പ്രഷറിന്റെ ഭാഗമായിട്ട് അവിടെ ആ ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് വീക്ക് ആവാനായിട്ട് തുടങ്ങും, അതൊക്കെ ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലിറ്റോറിസ് പെയിൻ ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്.
അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടും ക്ലിറ്റോറിസിസ് പെയിൻ അനുഭവപ്പെടാം. യൂറിനറി ഇൻഫെക്ഷൻ പ്രഗ്നൻസിയുടെ ലക്ഷണമായിട്ടും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും പല സ്ത്രീകൾക്കും അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ആ യൂറിയയും അതുപോലെ തന്നെ ക്ലിറ്റോറിസിസ് പോർഷനും ഏകദേശം അടുത്തടുത്തായതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷറും ഒരു പുകച്ചിലും അവിടെ അനുഭവപ്പെടുന്നത് അതിന് മുകളിലുള്ള ആ ഒരു ക്ലിറ്റോറിസിസ് ഭാഗത്തും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ മൂലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിറ്റോറിസിസ് പെയിൻ വരുന്നതെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. റെക്കറന്റ് ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് തുടർച്ചയായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടുപിടിച്ച് നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് മാറ്റാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഈ വേദന നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്ന് നോക്കാം. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന പെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് അങ്ങനെ കുത്തുന്നത് പോലുള്ള ഒരു വേദന, അതായത് ഷാർപ്പായിട്ടുള്ള വേദനയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. ഒറ്റ സ്ട്രെച്ചിൽ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നത് പോലുള്ള ഒരു വേദന ആയിരിക്കില്ല നമുക്ക് അനുഭവപ്പെടുന്നത്. വന്നു പോയിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള, നമുക്ക് ഒന്ന് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വേദനയായിരിക്കും പലപ്പോഴും പ്രഗ്നൻസിയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഒരു വേദനയിൽ കണ്ടുവരുന്നത് കേട്ടോ. മറ്റേ യൂറിനറി ഇൻഫെക്ഷൻ മൂലമാണ് നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നതെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ പുകച്ചില് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ സമയത്ത് അനുഭവപ്പെടാനായിട്ടും സാധ്യതകളുണ്ട്. നമുക്ക് നോർമലി ഈ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സെൻസേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വേദനകൾ, അല്ലെങ്കിൽ അവിടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയത്ത്, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾ അത്തരത്തിൽ സ്റ്റിമുലേഷൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. എന്നാൽ ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ട് വേദനയും ഡിസ്കംഫോർട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണണം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള വേദന വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പെൽവിക്കിന്റെ ഭാഗമൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള മലാസന, അതുപോലെ ബട്ടർഫ്ലൈ എക്സസൈസ്, അങ്ങനെയുള്ള നമ്മുടെ കാല് ഒന്ന് സ്ട്രെച്ച് ആകുന്ന രീതിക്കുള്ള, നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ടൈപ്പുള്ള എക്സസൈസുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ ടൈപ്പ് ക്ലോസറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ സ്ട്രെച്ച് ആയിട്ട് നമ്മൾ ഇരിക്കില്ലേ, ആ ഒരു രീതിക്ക് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് എഴുന്നേറ്റ് അങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഭാഗത്ത് നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തു തരും കേട്ടോ. ഇങ്ങനെയുള്ള ക്ലിറ്റോറിസിസ് പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ഡേറ്റ് മിസ് ആയതിനു ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആദ്യത്തെ ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി 2 തവണ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം. ക്ലിറ്റോറിസിസ് പെയിൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഡോക്ടറോട് പറയണം. മറ്റുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പെയിൻ അല്ലെങ്കിൽ ഇഞ്ചുറീസ് കൊണ്ടോ ക്ലിറ്റോറിസിസ് പെയിൻ പലർക്കും അനുഭവപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ എസ്പെഷ്യലി ക്ലിറ്റോറിസിസ് ഏരിയാത്തിൽ ആ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് സെക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.